ഇന്ന് ഒരു അത്ഭുതകരവും ശാസ്ത്രീയവുമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്, ഭൂമിയോട് ഏറ്റവും അടുത്തതും ഏറ്റവും അകലെയുള്ളതുമായ നക്ഷത്രങ്ങൾ. നമ്മുടെ സൗരയൂഥത്തോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം പ്രോക്സിമ സെന്റോറിയാണ്. 4.25 പ്രകാശവർഷം അകലെയാണ് ഇത്. മറുവശത്ത്, ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും അകലെയുള്ള നക്ഷത്രം ഇറണ്ടലാണ്, ഭൂമിയിൽ നിന്ന് 28 ബില്യൺ പ്രകാശവർഷം അകലെ. ഈ രണ്ട് നക്ഷത്രങ്ങളും പ്രപഞ്ചത്തിന്റെ അതിരുകളെ വ്യത്യസ്ത രീതിയിൽ കാണിക്കുന്നു. എന്താണ് ഇവയുടെ പ്രത്യേകത? എങ്ങനെയാണ് ഇവ കണ്ടെത്തിയത്? ആദ്യം പ്രോക്സിമ സെന്റോറിയെ കുറിച്ച് പരിശോധിക്കാം. ഈ നക്ഷത്രം നമ്മുടെ സൗരയൂഥത്തിന്റെ ഏറ്റവും അടുത്ത അയൽവാസിയാണ്. 4.25 പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു പ്രകാശവർഷം എന്നാൽ പ്രകാശം ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്, ഏകദേശം 9.46 ട്രില്യൺ കിലോമീറ്റർ. അതായത് പ്രോക്സിമ സെന്റോറിയിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ 4.25 വർഷമെടുക്കും. ഈ ദൂരം വളരെ അടുത്താണെന്ന് തോന്നാമെങ്കിലും, നമ്മുടെ ഏറ്റവും വേഗതയേറിയ ബഹിരാകാശ പേടകങ്ങൾക്ക് പോലും അവിടെ എത്താൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. പ്രോക്സിമ സെന്റോറി ആൽഫ സെന്റോറി എന്ന നക്ഷത്ര സമൂഹത്തിന്റെ ഭാഗമാണ്. ആൽഫ സെന്റോറിയിൽ 3 നക്ഷത്രങ്ങളുണ്ട്: ആൽഫ സെന്റോറി എ, ആൽഫ സെന്റോറി ബി, പ്രോക്സിമ സെന്റോറി. ഇതിൽ പ്രോക്സിമ സെന്റോറി ഏറ്റവും ചെറുതും മങ്ങിയതുമാണ്. ഇത് ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രമാണ്, അതായത് സൂര്യനേക്കാൾ വളരെ ചെറുതും തണുത്തതുമായ ഒരു നക്ഷത്രം. സൂര്യന്റെ പിണ്ഡത്തിന്റെ 1/8 മാത്രമാണ് ഇതിന്റെ പിണ്ഡം. വലിപ്പം ഏകദേശം ഗുരുവിനോട് സമാനമാണ്. ഇതിന്റെ തിളക്കം സൂര്യന്റെ 1000 മാത്രമാണ്, അതിനാൽ ഇത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. പ്രോക്സിമ സെന്റോറി 1915-ൽ റോബർട്ട് ഇന്നസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് കണ്ടെത്തിയത്. ഇത് ആൽഫ സെന്റോറി സിസ്റ്റത്തിന്റെ ഭാഗമാണെങ്കിലും, ഇത് മറ്റ് 2 നക്ഷത്രങ്ങളിൽ നിന്ന് അല്പം അകലെയാണ്, ഏകദേശം 0.21 പ്രകാശവർഷം. ഈ നക്ഷത്രം ഒരു ചുവന്ന കുള്ളനായതിനാൽ ഇതിന്റെ ആയുസ്സ് വളരെ ദൈർഘ്യമേറിയതാണ്, ട്രില്യണുകൾ വർഷം. സൂര്യന്റെ ആയുസ്സ് 10 ബില്യൺ വർഷമാണെന്ന് കണക്കാക്കുമ്പോൾ, പ്രോക്സിമ സെന്റോറി പ്രപഞ്ചത്തിന്റെ അവസാനം വരെ നിലനിൽക്കാം. ഈ നക്ഷത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ ഒരു ഗ്രഹമാണ്, പ്രോക്സിമ ബി. 2016-ൽ കണ്ടെത്തിയ ഈ ഗ്രഹം നക്ഷത്രത്തിന്റെ വാസയോഗ്യമായ മേഖലയ്ക്കുള്ളിൽ പരിക്രമണം ചെയ്യുന്നു. വാസയോഗ്യ മേഖല എന്നാൽ ദ്രവരൂപത്തിലുള്ള ജലം നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ദൂരപരിധിയാണ്. പ്രോക്സിമ ബി ഭൂമിയേക്കാൾ 1.17 മടങ്ങ് പിണ്ഡമുള്ളതാണ്. 11.2 ദിവസം കൊണ്ട് നക്ഷത്രത്തെ ഒരു തവണ ചുറ്റുന്നു. ഈ ഗ്രഹം ഭൂമിയോട് സാമ്യമുള്ളതാണോ എന്ന ചോദ്യം ശാസ്ത്രജ്ഞരെ ആകർഷിക്കുന്നു. പക്ഷേ പ്രോക്സിമ ബി ഒരു രണ്ടാം ഭവനമാകാൻ സാധ്യത കുറവാണ്. കാരണം പ്രോക്സിമ സെന്റോറി ഒരു ചുവന്ന കുള്ളനായതിനാൽ ഇത് അക്രമാസക്തമായ സൗരജ്വാലകൾ പുറപ്പെടുവിക്കുന്നു. ഈ ജ്വാലകൾ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തെ നശിപ്പിക്കുകയും ഉപരിതലത്തെ വികിരണത്തിന് വിധേയമാക്കുകയും ചെയ്യും. ഇത് ജീവന്റെ സാധ്യതയെ വളരെ കുറക്കുന്നു. എങ്കിലും ഈ ഗ്രഹം പഠിക്കുന്നത് ശാസ്ത്രജ്ഞർക്ക് എക്സോപ്ലാനറ്റുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇപ്പോൾ മറ്റൊരു അതിരിലേക്ക് പോകാം: ഇറണ്ടൽ. ഇതുവരെ കണ്ടെത്തിയതിൽ ഏറ്റവും അകലെയുള്ള നക്ഷത്രം. ഭൂമിയിൽ നിന്ന് 28 ബില്യൺ പ്രകാശവർഷം അകലെയാണ് ഇത്. ഈ ദൂരം മനസ്സിലാക്കാൻ പ്രയാസമാണ്, കാരണം പ്രപഞ്ചത്തിന്റെ വികാസം കാരണം ഈ നക്ഷത്രം ഇപ്പോൾ നമ്മിൽ നിന്ന് വളരെ അകലെയാണ്. ഇറണ്ടൽ എന്ന പേര് പഴയ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്ന് വന്നതാണ്. അർത്ഥം പുലർനക്ഷത്രം എന്നാണ്. ഇറണ്ടൽ ഒരു ഭീമൻ, ജ്വലിക്കുന്ന നീല നക്ഷത്രമാണ്. ബിഗ് ബാങ് സംഭവിച്ച് 1 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം, അതായത് 12.9 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, ഇത് രൂപപ്പെട്ടു. ഇതിന്റെ പ്രകാശം നമ്മിലേക്ക് എത്താൻ 12.9 ബില്യൺ വർഷമെടുത്തു. പക്ഷേ പ്രപഞ്ചത്തിന്റെ വികാസം കാരണം യഥാർത്ഥ ദൂരം ഇപ്പോൾ 28 ബില്യൺ പ്രകാശവർഷമാണ്. ഈ നക്ഷത്രം സൂര്യനേക്കാൾ 500 മുതൽ 1000 മടങ്ങ് വലുതാണ്, പിണ്ഡം 50 മുതൽ 100 മടങ്ങ് വരെ. ഇത് ഒരു സൂപ്പർനോവയായി പൊട്ടിത്തെറിച്ച് നശിച്ചിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഇറണ്ടൽ 2022-ൽ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ് കണ്ടെത്തിയത്. പക്ഷേ ഇതിന്റെ മങ്ങിയ തിളക്കം സാധാരണ രീതിയിൽ കാണാൻ കഴിയില്ലായിരുന്നു. ഇത് കണ്ടെത്താൻ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്ന പ്രതിഭാസം സഹായിച്ചു. ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എന്നാൽ ഒരു വലിയ വസ്തു, ഇവിടെ ഒരു ഗാലക്സി ക്ലസ്റ്റർ, പ്രകാശത്തെ വളച്ച് വലുതാക്കുന്നതാണ്. WHL-0137LS എന്ന ഗാലക്സി ക്ലസ്റ്റർ ഇറണ്ടലിന്റെ പ്രകാശത്തെ ആയിരക്കണക്കിന് മടങ്ങ് വലുതാക്കി. അതുവഴി ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഇത് കാണാൻ കഴിഞ്ഞു. ഇറണ്ടൽ പ്രപഞ്ചത്തിന്റെ ആദ്യകാല നക്ഷത്രങ്ങളിൽ ഒന്നാണ്. ഈ നക്ഷത്രം ജനിച്ചത് ഹൈഡ്രജനും ഹീലിയവും മാത്രം ഉള്ള ഒരു കാലത്താണ്. ലോഹങ്ങൾ വളരെ കുറവായിരുന്നു. ഇത്തരം നക്ഷത്രങ്ങൾ വലുതും തിളക്കമുള്ളതുമാണ്, പക്ഷേ ആയുസ്സ് കുറവാണ്, ഏതാനും മില്യൺ വർഷങ്ങൾ മാത്രം. ഇറണ്ടലിന്റെ പഠനം പ്രപഞ്ചത്തിന്റെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നു. പ്രോക്സിമ സെന്റോറിയും ഇറണ്ടലും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. പ്രോക്സിമ സെന്റോറി ചെറുതും തണുത്തതും ദീർഘായുസ്സുള്ളതുമാണ്. ഇറണ്ടൽ വലുതും ചൂടുള്ളതും ഹ്രസ്വായുസ്സുള്ളതുമാണ്. ഒന്ന് നമ്മുടെ അയൽപക്കത്താണ്, മറ്റൊന്ന് പ്രപഞ്ചത്തിന്റെ അതിരിലും. പ്രോക്സിമ സെന്റോറി ഒരു ഗ്രഹവ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നു, എന്നാൽ ഇറണ്ടൽ അതിന്റെ അവസാന ഘട്ടത്തിലായിരിക്കാം.
രണ്ട് നക്ഷത്രങ്ങളും ശാസ്ത്രത്തിന് പ്രധാനമാണ്. പ്രോക്സിമ സെന്റോറി ഭാവിയിൽ ബഹിരാകാശ യാത്രയ്ക്കുള്ള ലക്ഷ്യമാകാം. ബ്രേക്ക് ത്രൂ സ്റ്റാർഷോട്ട് എന്ന പദ്ധതി ഈ നക്ഷത്രത്തിലേക്ക് ചെറിയ പേടകങ്ങൾ അയക്കാൻ പദ്ധതിയിടുന്നു. ഇറണ്ടൽ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുന്നു. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകിയേക്കാം. പ്രോക്സിമ സെന്റോറിയും ഇറണ്ടലും പ്രപഞ്ചത്തിന്റെ വൈവിധ്യത്തെ കാണിക്കുന്നു. 4.25 പ്രകാശവർഷം മുതൽ 28 ബില്യൺ പ്രകാശവർഷം വരെ ഈ നക്ഷത്രങ്ങൾ നമ്മുടെ അറിവിന്റെ അതിരുകളെ വികസിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.